ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള ഒരു ആവശ്യമാണ് ബിജെപി മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി ബിജെപി കൂടി രംഗത്ത് വരുന്നു. കാരണം പാലക്കാട് ബിജെപി മനസ്സിൽ കാണുന്ന ഒരു നഗരസഭയാണ്, അല്ലെങ്കിൽ പാലക്കാട് കൂടുതൽ സാധ്യത ബിജെപി കാണുന്നുണ്ട്. അവിടെ രാഹുലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രചാരണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുന്നതും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറി മറിയുകയും ചെയ്യുന്നത്. അവിടെ ബിജെപി രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന ഒരു പ്രശ്നത്തിന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ്. പാലക്കാട് MLA അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെ, മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നേരിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അടിയന്തരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാവുന്നത്, അനേകം പരാതികൾ ഇത് സംബന്ധിച്ചുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ. കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന ഒരു കാര്യമാണ് കെ സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത്. ബിജെപി ഈ വിഷയത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടിയിടപ്പെട്ട നിലയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസ് പൂട്ടി പാലക്കാട് നിന്ന് മുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒളിവിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ FB പോസ്റ്റ് രാഹുലിന്റേതായി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സത്യം ജയിക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ നിയമ പോരാട്ടം നടത്തും എന്ന ഒരു സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നൽകുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച് 3 മാസം പിന്നിടുമ്പോഴും ഇതിൽ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ നിയമ നടപടികൾ എന്ന് പറയുന്നത്. അത് മുൻകൂർ ജാമ്യാപേക്ഷ നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി എന്നതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനുമായി രാഹുൽ ആശയവിനിമയം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഒരു അറസ്റ്റ് ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇന്ന് തന്നെ കടക്കും. അതിനു മുൻപ് അന്വേഷണ സംഘം പ്രത്യേക സംഘം ഒരു കൂടിയാലോചന നടത്തും. എങ്ങനെ ഈ വിഷയത്തിൽ നീങ്ങണം എന്നത് സംബന്ധിച്ചുള്ള ഒരു കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. രാഹുലിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം രാഹുലിന്റെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ സജീവമാണ്. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണണം. പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ സജീവമായി നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ MLA ആക്കാൻ പ്രയത്നിച്ചവർക്ക് വേണ്ടി താൻ പ്രചരണത്തിനിറങ്ങും, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നതായിരുന്നു രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പാർട്ടിയിലെ നേതാക്കൾക്ക് തന്നെ വലിയ അവമതിപ്പ് അക്കാര്യത്തിൽ ഉണ്ടാകുമ്പോഴും അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്നത്. തനിക്ക് കൈയും കാലും തന്റെ കാല് ഉറപ്പിച്ച് നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പ്രചരണം നടത്തിയിരിക്കും എന്നതായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി. കാലുകുത്തി നടക്കാൻ കഴിയുന്നതുവരെ ഈ പ്രചരണം താൻ നടത്തും എന്നതായിരുന്നു രാഹുലിന്റെ വെല്ലുവിളിയെങ്കിൽ ഇപ്പോൾ കാലുകുത്തി നടക്കുന്ന രാഹുൽ പാലക്കാട്ടെ ഓഫീസും പൂട്ടി ഒളിവിൽ പോയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തി നടക്കുന്ന സമയമുണ്ടെങ്കിൽ അവിടെ പ്രചരണം നടത്തിയിരിക്കും. നേതാക്കന്മാരെ ഉൾപ്പെടെ, കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് 2 ദിവസമാകുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഓഫീസ് പൂട്ടി മുങ്ങേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒളിവിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രാഹുൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അകത്ത് പോയാൽ അവിടെ കാലുകുത്തി നടന്നാൽ രാഹുലിന് പ്രചരണം നടത്താൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കാലുകുത്തുന്ന കാലത്തോളം താൻ പ്രചരണ രംഗത്തുണ്ടാകും എന്നതായിരുന്നു നേരത്തെ രാഹുൽ ഇറക്കിയ പ്രസ്താവന. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ഈ വിഷയം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ നിയമത്തിന്റെ വഴിയിൽ പോകും എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ രാഹുലിനെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇതിനോടകം തന്നെ
രാഹുലിനെതിരെ സാധ്യമായ നടപടികൾ എടുത്തിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് KPCC അധ്യക്ഷൻ നൽകിയത്. മറ്റ് നേതാക്കൾ ഇതിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. VD സതീശൻ പ്രതികരിക്കാതെ മടങ്ങുകയാണ് ചെയ്തത്. ഇതിൽ പ്രതികരിച്ച മറ്റൊരു നേതാവ് K മുരളീധരൻ മാത്രമാണ്. K മുരളീധരൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേണ്ടി വന്നാൽ കൂടുതൽ നടപടി ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് K മുരളീധരൻ ഇന്ന് നൽകിയത്. അത് പാർട്ടി കൂടിയാലോചിച്ച് എടുക്കുന്ന നടപടിയായിരിക്കുമെന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ K മുരളീധരന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിനപ്പുറം മറ്റ് നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഇനി ഫണ്ട് സർക്കാരിന്റെ കോർട്ടിലാണ്. നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിന്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. ഈ പരാതി കൂടെ കൊടുത്ത സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടി ഉണ്ടാവുമോ? അല്ല, അത് പോലീസ് ആക്ഷൻ അനുസരിച്ച് നടപടി പാർട്ടി സ്വീകരിക്കും. അത് KPCC പ്രസിഡന്റ് ഫൈനലായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. കൂടുതൽ നടപടി വേണ്ട സാഹചര്യം ആയിട്ടില്ലേ നിലവിൽ? അല്ല, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളല്ല ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കേണ്ട സർക്കാരാണ്. ഏതായാലും ഇന്ന് ഒരു കാര്യത്തിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒരു അതിജീവിയെ കാണാൻ മുഖ്യമന്ത്രി ഇന്ന് തയ്യാറായത് നല്ല കാര്യമാണ്. കാരണം മുമ്പ് ഒരു അതിജീവിതമാരും കാണുന്ന ഒരു ഏർപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ എടുത്തപ്പോൾ അതിജീവിതമാരോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നിയതിൽ സന്തോഷം. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അതിജീവിതന്മാരോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പം എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ് K മുരളീധരൻ പുതിയ പ്രതികരണത്തിൽ. ഇപ്പോഴും എല്ലാ ഘട്ടത്തിലും അതിജീവിതമാർക്കൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി എന്നതാണ് K മുരളീധരൻ പറഞ്ഞു നിർത്തുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സാധ്യതയും സാഹചര്യവും അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. വീണ്ടും മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുമ്പോഴും K മുരളീധരനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയുമാണ് ഇതിനോടകം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. ഒരു നിമിഷം മുന്നേ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നതാണ് CPM ആവശ്യപ്പെടുന്നത്. DYFI നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ CPM ഈ വിഷയത്തിൽ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറുന്നതാണ്. തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിൽ ഈ വിഷയം ഉയർന്നു വരാതിരിക്കാൻ, കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എന്ന ഒരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി പാർട്ടിയിൽ നിലയുറപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുകയാണോ? തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഏറ്റവും ഉച്ചസ്ഥായിലായി നിൽക്കുമ്പോൾ അതിന് ആദ്യം തന്നെ തയ്യാറെടുത്ത പ്രമുഖരെ ഉൾപ്പെടെ മത്സര രംഗത്ത് നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവേശകരമായി പ്രചരണ രംഗത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ രാഹുൽ വിഷയം തിരിച്ചടിക്കുമോ?